നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ പാടാം. മോക്ഷപ്രകാശമാ മിശിഹായ ഉയർത്തപ്പോ സംഗീതം വാനിലും കേട്ടല്ലോ. കല്ലറയിൽ തിരയരുതേ, ഉയർത്തെഴുന്നേറ്റവനേ, ജനതകൾ അണിയണിയാ, ഹല്ലേലൂയ പാടിടട്ടെ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞ് 2 പത്രോസ് 3:11. ഇവയൊക്കെ നശ്വരങ്ങളാണെന്നറിയുമ്പോൾ വിശുദ്ധിയോടും ദൈവഭയത്തോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മളെ വെട്ടിപ്പിടിച്ചത്, നമ്മൾ മുത്തിപ്പിടിച്ചത്, ചേർത്ത് വെച്ചത്, കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയത് എല്ലാം തവിടുപടിയായി പോകാനുള്ളതേ ഉള്ളൂ എന്നറിയും. ഒരു നിമിഷം കൊണ്ട് ചിതറിപ്പോകാനുള്ളതേ ഉള്ളൂ എന്നൊരു അറിവ് നമുക്കുണ്ടല്ലോ. ഓരോ വാർത്തയും ഓരോ ദുരന്തവും കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് പോകാനുള്ളതേ ഉള്ളൂ. ഇത് നിങ്ങളെ തൊടുമ്പം, ഇത് നിങ്ങൾ അറിയുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലിയ ഭക്തിയോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുവാൻ എന്തുമാത്രം നമ്മുടെ നെഞ്ച് പടക്കണം. അതൊരു കൊതിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന വിശുദ്ധിയും ദൈവഭയവും കിട്ടിയില്ലെങ്കിൽ പോലും അതിനുവേണ്ടി ഒരു കൊതിയോടുകൂടി എന്റെ കയ്യിലുള്ളതൊന്നും എനിക്ക് ഗുണപ്പെടില്ല, ഞാൻ ചേർത്ത് വെച്ചതൊന്നും മെച്ചപ്പെടില്ല, എന്റെ പട്ടുടയാഴയും പവിഴമാലയും എനിക്ക് ഗുണപ്പെടില്ലെന്നറിയുമ്പം എനിക്ക് ഗുണപ്പെടുന്ന പവിഴവും വജ്രവും അകത്തിരിക്കുന്നുണ്ട്. എന്റെ ദൈവഭയവും എന്റെ വിശുദ്ധിയും. പട്ടിനെ തോൽപ്പിക്കുന്ന, പവിഴത്തെ തോൽപ്പിക്കുന്ന ആ സ്വർഗീയ ധനം കൊണ്ട് നശ്വരതയെ തോൽപ്പിക്കുന്ന അനശ്വരത സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അതിനൊരു പടപ്പുറപ്പാട്, ഒരു യുദ്ധമുറ ആരംഭിക്കട്ടെ. ആമേൻ, ആമേൻ.